സർ, 1981 മുതൽ 89 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ, അലി ഖമേനി എന്ന് പറയുന്ന വ്യക്തി. ഖമേനി പിന്നീട് 89-ൽ ഇറാന്റെ രണ്ടാമത്തെ പരമോന്നത നേതാവായി. പിന്നീട് അവിടെ നിന്നും ഇറാന്റെ പരമോന്നത നേതാവായി മാറുകയായിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു 3 വാക്കിൽ ഞാൻ ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞത് ഇറാന് എത്രമാത്രം ഖമേനി ഇമ്പോർട്ടന്റ് ആണ് എന്നറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിരിക്കുന്ന ഖമേനിയെയാണ് ഇസ്രയേലും ട്രംപും ഒക്കെ ലക്ഷ്യമിടുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാവും. കാരണം ഇന്ന് ഇറാൻ എങ്ങനെയാണ് അവരുടെ നയതന്ത്ര കാര്യങ്ങളിലായാലും മതകാര്യങ്ങളിലായാലും ഒക്കെ ഇറാൻ ഒരു നിലപാടെടുക്കുന്നത്, അതിൽ ഖമേനിക്കുള്ള ഒരു പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. അതാണ് ഈ 1981 മുതൽ ഈ 2025 വരെയുള്ള ഇറാന്റെ ഒരു ചരിത്രം നമ്മളോട് പറയുന്നത്. എന്റെ ചോദ്യം, എന്തുകൊണ്ട് ട്രംപും അല്ലെങ്കിൽ നെതന്യാഹുവും ഖമേനിയെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം ഇറാൻ അല്ല ഖമേനി മാത്രമായി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കും? അല്ല, എന്തുകൊണ്ട് ഖമേനിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാല്, ഖമേനി എന്ന് പറയുന്ന ആള് അയാളുടെ ഐഡിയാസ്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഖമേനി അവിടെ ഈ ഇറാനിൽ ഖമേനി ഏറ്റവും പ്രധാനപ്പെട്ടവനും വേണ്ടപ്പെട്ടവനും ആണെന്ന് നീതു ചോദിക്കുമ്പോൾ, ഖമേനി വന്നത് ഒരു ചരിത്രത്തിൽ കൂടിയാണ്. 78-ല് ഇസ്ലാമിക് വിപ്ലവത്തിൽ കൂടി അവിടെ ഇരുന്ന ഒരു രാജഭരണം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന ഭരണത്തെ, ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണത്തെ മതമൗല്യവാദികളെ അടിച്ചമർത്തി ജനാധിപത്യത്തിന് മുൻതൂക്കം കൊടുത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന രാജ്യത്തെ അല്ലെങ്കിൽ മതമേല അധ്യക്ഷന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ മതമൗലികവാദികളെ കൂട്ടിയോജിപ്പിച്ച് അട്ടിമറി നടത്തി വന്നിട്ടുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളാണ് ഖമേനി. അപ്പം അതിനകത്ത് അടിമത്തമാണ്, സ്വാതന്ത്ര്യമില്ല, ജനാധിപത്യമില്ല. ഈ രാജ്യത്തിനപ്പുറം ലോകം മൊത്തവും ഈ മതമൗല്യവാദികളുടെ കേന്ദ്രീകരത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് അല്ലാത്തവരെല്ലാം ലോകത്ത് കൊല്ലപ്പെടണം, അവരാഗ്രഹിക്കുന്നതോട് അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ആ മതമൗല്യവാദികളുടെ ചിട്ടയിലല്ലാത്ത ലോകം മൊത്തം ഇല്ലാതെയാകണം. അതുകൊണ്ട് ആദ്യത്തെ ശത്രു ജൂതൻ, അതിനുശേഷം ക്രിസ്ത്യാനി, അതിനുശേഷം ഈ പറയുന്ന സുന്നി ഷിയായ ആവുമ്പോൾ സുന്നികൾ വരും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് സാധ്യമാകുന്ന ഒരു അവസ്ഥയില്ല. അതായത് ആദ്യത്തെ ത്രെട്ട് ഇസ്രയേലിനാണെങ്കിൽ അത് ലോകത്തിന് മൊത്തം ത്രെട്ടാണ്. നമ്മൾ പാകിസ്ഥാനെ കാണുന്നത് മതഭീകരവാദികളെ ഉണ്ടാക്കിയെടുക്കുന്ന രാജ്യം എന്നുള്ള അതാണെങ്കിൽ ഇയാൾ മതരാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യം ഇറാൻ അല്ല, ഖമേനിയാണ്. ഖമേനി ആണെന്ന് പറയുന്നതിന് കാരണം ഈ ഇറാൻ തന്നെ 78-ന് ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പ് ഈ പറയുന്ന അമേരിക്കയുമായിട്ടും പാശ്ചാത്യ രാജ്യവുമായിട്ടും ഒരുപക്ഷെ ഇസ്രായേലുമായിട്ടും, നിങ്ങൾ കേട്ടാൽ ചിരി വരും, ഈ 78-ന് മുമ്പ് ഏറ്റവും കൂടുതൽ ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്ന 2 രാജ്യമുണ്ട്, ഒന്ന് തുർക്കിയും ഒന്ന് ഇറാനുമാണ്. വിശ്വസിക്കൂ, ഇപ്പൊ ബാക്കിയുള്ളവരല്ല ഇസ്രായേലിന്റെ കൂടെ, തുർക്കിയും ഇറാനും ഒരുപക്ഷെ ഇസ്രായേലിന്റെ ശത്രുവായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള രാജ്യം, ആ രാജ്യം ഈ ആദ്യമേ ഈ മതമൗലികവാദികളുടെ കയ്യിലാവുമ്പോൾ, അല്ലെങ്കിൽ ഖമേനിയുടെ മുൻഗാമികളുടെ കയ്യിൽ വരുമ്പോൾ ആദ്യമേ പ്രഖ്യാപിക്കുന്നത് സാത്താൻ രാജ്യം, സാത്താനും ആ രാജ്യത്തിന്റെ കുഞ്ഞു അമേരിക്ക, സാത്താൻ അതിന്റെ കുഞ്ഞ് ഇസ്രായേൽ. ആ രീതിയിലേക്ക് ഇപ്പൊ എവിടെ ഇതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, പ്രോക്സികളെ ഉണ്ടാക്കുന്നു. ഇപ്പൊ തന്നെ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്, ഒഴിയണം, അല്ലെങ്കിൽ ഖമേനിയെ തട്ടുമെന്ന് പറഞ്ഞ അമേരിക്കക്കാരെ ഞങ്ങൾ അടിക്കും. എങ്ങനെ അടിക്കുന്നത്? ഡയറക്റ്റ് അടിക്കേണ്ട, അമേരിക്കയിലുണ്ട് ഇവരുടെ പ്രോക്സികൾ, അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന, ലോകം മൊത്തം ഇതുപോലെ ഭീകരവാദികളെ ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോക്സികളെ സൃഷ്ടിച്ച് ഏത് രാജ്യത്തിനകത്തും മതമൂല്യവാദികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ലോകം മൊത്തവും ഭീകരവാദം വളർത്തുന്നതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് അയാൾ മാറണം, അവിടെ ജനാധിപത്യ രീതിയിൽ പണ്ടത്തെ കൂട്ട് വരണമെന്നുള്ള തട്ടുപിടിക്കുന്നത്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പം അല്ലെങ്കിൽ അന്ന് ആ രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പ് രാജകുടുംബത്തെ മറിച്ച് അല്ലെങ്കിൽ വിപ്ലവത്തിൽ കൂടി വരുമ്പോൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജകുടുംബത്തിന്റെ അന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിൻഗാമി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, അദ്ദേഹം അമേരിക്കയിലുണ്ട്, റസ പർവേലി ഷാ. അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു മുഹമ്മദ് പർവേലി ഷാ. അപ്പൊ റഷാ മുഹമ്മദ് പർവേലി ഷാ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരിക്കുന്നു, ഇറാന്റെ വീഴ്ച ഉടനെ ഉണ്ടാകും,
നിങ്ങൾ തെരുവിലിറങ്ങണം, നമ്മൾക്ക് പഴയ പേർഷ്യയെ തിരിച്ചു കൊണ്ടുവരണം, ഇറാനകത്തെ മതമൂല്യവാദികളുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അത്തരത്തിലേക്കുള്ള കാര്യത്തിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ 3 മാസം മുമ്പും ഈ പറഞ്ഞ ഈ നെതന്യാഹു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ പഴയ പേർഷ്യ തിരിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക്. അപ്പം ഇതിനകത്ത് നെതന്യാഹുവിനെ മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരികയും ഇത്തരത്തിൽ ഈ രാജാവ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാജാവ്, അദ്ദേഹം അമേരിക്കയിലാണ്, എന്നാൽ ഇവിടുന്ന് പലായനം ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവരുടെ ഭരണത്തിന് ശേഷം ഇവിടെ നിന്നാൽ അദ്ദേഹത്തിന് ജീവന് ഭീഷണിയാണെന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പൊ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ ഹിജാബ് പോലെയുള്ള സമരത്തിനും ഒക്കെ വളരെ കൃത്യമായിട്ട് നേതൃത്വം നൽകുകയും, അല്ലെങ്കിൽ ഇവിടുത്തെ വിഷയങ്ങൾക്കും അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ ഈ ഖമേനി ഭരണത്തിനെതിരെ നിൽക്കുന്ന സമരങ്ങൾക്കും ഒക്കെ വളരെ കാലമായിട്ട് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇദ്ദേഹത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നു അമേരിക്ക, ഇദ്ദേഹത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നു ഇസ്രയേൽ. അപ്പൊ ഏതൊരു സമയത്തും അവിടെ ഒരു ജനകീയ സമരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കി ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് വീണ്ടും പഴയതുപോലെയുള്ള ജനകീയ സംവിധാനത്തിൽ കൂടി കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു രാജാവ് എന്നുള്ള രീതി, രാജകുടുംബം, ഇപ്പം ബ്രിട്ടീഷ് രാജ അവിടെ ജനാധിപത്യമില്ല, അവിടെ രാജ്യക്കൊരു ചെറിയ റോൾ ഉണ്ടല്ലോ, അതുപോലെ ഒരു രാജാവ് എന്നുള്ള ഒരു റോൾ അവർക്ക് ഒരുപക്ഷെ ആ ഒരു ശൈലിക്കകത്ത്, ആ ഒരു സിസ്റ്റത്തിനകത്ത് അത് നല്ലതാണെന്നുള്ള മാനസികാവസ്ഥയുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എപ്പോഴും കണ്ടിട്ടില്ലേ, രാജാവ് രാജകുമാരി അവർക്കൊക്കെ ഒരു പരിഗണന അവിടെ ഉണ്ട്. അധികാരമൊന്നുമില്ല, ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരണമെങ്കിൽ ആ പൂർണ്ണ കാര്യങ്ങൾ ജനാധിപത്യ രീതിയിലാണ് തീരുമാനിക്കുന്നത്, അവർക്കൊക്കെ അവിടെ ത്രെട്ട് ഉണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഉള്ള ഒരു മുന്നൊരുക്കം നടത്തുന്നു. ഒരുപക്ഷെ ഷാ ഇത്തരത്തിൽ ഒരു ആഹ്വാനം കൊടുത്തപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് അതിവിദൂരമല്ലാതെ അവിടെ ഒരു വിപ്ലവം, അല്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം, ഒരു ജനകീയ മുന്നേറ്റം ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് പ്രശാന്ത് സാർ. ഖമേനി ആഹ്വാനം ചെയ്തത് ഇസ്രയേലിന് എതിരായിട്ടുള്ള ചില ആശയങ്ങളാണ്, ചില പ്രത്യയശാസ്ത്രങ്ങളാണ് എന്ന് പറയുമ്പോഴും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഉൾപ്പെടെ ഇറാന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലിനോളം വലിപ്പമുള്ള രാജ്യമല്ല ഇത്തരം യുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ എന്ന് ഇന്നത്തെ അവസ്ഥയിൽ, ഇന്ന് ഇറാൻ ഇസ്രയേലിനോട് പ്രതിരോധിക്കുന്ന രീതി വെച്ച് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? പ്രതിരോധ സംവിധാനത്തെ മറികടന്നിട്ട് ഒന്നുമില്ല. പ്രതിരോധ സംവിധാനത്തിനകത്ത് ചെറിയ പാളിച്ചകൾ വന്നതുകൊണ്ട് ഈ പറയുന്ന ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ യുക്രൈൻ റഷ്യ ആക്രമിക്കുന്നുണ്ട്, മനസ്സിലാവുന്നു. ഇയാള് നമ്മൾ ഈ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു രാജ്യമല്ല. ആട് കിടക്കുന്നിടത്ത് ഒരു പൂട ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും എല്ലാ രീതിയിലും ഉയർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം മതരാഷ്ട്രമായപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം പുറകോട്ട് വലിച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള വികസനവും പുറകോട്ട് വലിച്ചിട്ട്, അവിടെ അന്ന് മതം വളർത്തുന്നതിന്റെ കൂടെ ആയുധം വളർത്തി വെച്ചിരുന്നേ. അല്ലെങ്കിൽ ആയുധം ലോകം മൊത്തം സപ്ലൈ ചെയ്തോണം. ഏതൊരു സമയത്തും ശത്രുക്കളെ മുന്നിൽ കണ്ടിട്ടാണല്ലോ മതരാഷ്ട്ര സംവിധാനം ഉണ്ടാക്കുന്നത്. അവർക്ക് ആദ്യത്തെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം. ഈ മതരാജ്യം ഉണ്ടാക്കണമെങ്കിൽ സുന്നികളെ ഇല്ലായ്മ ചെയ്യണം. സുന്നികൾക്ക് മുമ്പേ ഇസ്ലാം അല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിരുന്നു. അപ്പൊ ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഉള്ള വേറെക്കേടിന് ദേശീയ കമ്മിറ്റി ആണല്ലോ ഈ മതവും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഖമേനിയൊക്കെ. അപ്പം ഇതുണ്ടാക്കിയിട്ട് വലിയ രാജ്യമാണ് ഇറാനകത്ത് ഒരു അണുബോംബ് വീണാല് വീണ്ടും ജനം കാണും. മാത്രമല്ല അവർക്ക് ഈ ആയുധങ്ങളുടെ കാര്യത്തിലും മറ്റെല്ലാ സംവിധാനത്തിന്റെ കാര്യത്തിലും വളരെ കാലത്തെ പഴക്കത്തോടുകൂടി, വളരെ ദീർഘകാലത്തെ പഴക്കത്തോടുകൂടി അല്ലെങ്കിൽ ഒരുക്കത്തോടു കൂടിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് പ്രയോഗിക്കാൻ പ്രാപ്തമാകുന്ന ഒരവസ്ഥയിൽ അവർ ഇരിക്കുന്നത്, അവർ ഈ കാണുന്ന ശത്രുക്കളെ, അവർ മുൻകൂട്ടി ശത്രുക്കളെ തീരുമാനിച്ചിട്ടുണ്ട്, അവസരം മാത്രം നോക്കിയിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് അവസരം നോക്കിയിരിക്കുന്നത് കൊണ്ട് അവരുടെ കയ്യിൽ അപകടകാരിയായിട്ടുള്ളത്, പാകിസ്ഥാന്റെ കയ്യിൽ അണുവായുധം ഉണ്ടെങ്കിൽ അപകടമാണ്. അവര് നാളെ കാലത്തെ ഭീകരന്മാരെടുത്തോണ്ട് പോയി ആരുടെയൊക്കെ നെഞ്ചത്ത് വെച്ച് കെട്ടിയാൽ അവർക്ക് ഇവിടെ അല്ല ജീവിതം, ഈ സ്വർഗത്ത് ജിഹാദ് നടക്കുന്നവരാ. അപ്പൊ അതുകൊണ്ടാണ് ഈ തയ്യാറെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഖമേനിയുടെ മാനസികാവസ്ഥയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള രാജ്യങ്ങൾ ഭരിക്കാൻ പാടില്ല. ആ രാജ്യത്ത്, അല്ലെങ്കിൽ പക്വതയില്ലാത്ത രാജ്യത്തിന്റെ കയ്യിലേക്ക് അണുവായുധങ്ങളും ആണവായുധങ്ങളും എത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് ഇസ്രായേൽ എടുക്കുന്നത്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള റിസ്ക്. അതുകൊണ്ടാണ് ഇത്രയും ഇസ്രായേലിന്റെ ആ കാര്യങ്ങളോടും അല്ലെങ്കിൽ ആ താല്പര്യത്തോടും അമേരിക്കയുടെ കൂടെ, ഇസ്രായേലിന്റെ കൂടെ അറബി രാജ്യങ്ങൾ പോലും നിൽക്കുന്നത്. കാരണം നാളെ കാലത്ത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഷിയ സുന്നി, അല്ലെ ഷിയ
സുന്നികളുടെ പുറത്തോട്ട് അവരുടെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് അവരെ കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥ വരും. അവരുടെ രാജ്യത്തോട്ട് ഈ പറയുന്ന പോലെ അക്രമം അഴിച്ചുവിടും. അപ്പൊ ഇയാൾ എന്നും ലോകത്തിന് ത്രട്ടാണ്, ഇത്തരത്തിലെ മതമൂല്യവാദികളും ഇത്തരത്തിലെ ഭരണ സംവിധാനങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ താല്പര്യമെടുത്ത് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് അവിടെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി യുദ്ധത്തിന്റെ കൂടെ ഒരു ജനകീയ പ്രക്ഷോഭം കൂടി ഉണ്ടാക്കി ഈ പറയുന്ന പഴയ സമ്പ്രദായത്തിലേക്ക്, അല്ലെ പഴയ പേർഷ്യയിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനത്തെ ഉരുത്തിരിച്ച് തെരുവിലിറക്കി, അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. അതാണ് പറഞ്ഞത്, ഖമേനി അല്ല, ഇസ്രാൻ അല്ല പ്രശ്നം, ഖമേനി മാത്രം. അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഈ പറയുന്നത് പോലെ പഴയ പലായനം ചെയ്തപ്പെട്ട രാജാവും ഒരേ സ്വരത്തിൽ സംസാരിച്ചത്. സമയമായി, എഴുന്നേൽക്കാൻ സമയമാണെന്ന പുള്ളി പറഞ്ഞത്. നമ്മളുടെ പഴയ സ്വാതന്ത്ര്യത്തിന്, അല്ലെങ്കിൽ അതിന്റെ തിരിച്ചുവരവിന് സമയമായി, നമ്മൾക്ക് ഒന്നിച്ചിറങ്ങണം. അത് ഒരു കൃത്യമായ നീക്കമാണ്. ഇറാൻ അല്ലെങ്കിൽ ഖമേനിയുടെ പതനം ആ പറച്ചിലും ആ നീക്കത്തിലുമൊക്കെ കാണുന്നു. ഒരുപക്ഷെ ഖമേനിയുടെ യുഗം അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ചരിത്രാതീത കാലം മുതൽ ഇറാനിൽ പിടിയുണ്ടായിരുന്ന ഖമേനി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു ഭരണാധിപനായി ഉയർന്നു വരാൻ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സാധ്യതയുണ്ടായിരുന്ന അത്തരത്തിൽ ഭരണത്തിൽ വന്ന ഒരാളായിരുന്നു ഖമേനി. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ 1970 മുതൽ ഖമേനി ഇറാനിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, 3 തവണ ഇറാൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇറാന്റെ രണ്ടാമത്തെ പരമോന്നത നേതാവായി. നിലവിൽ ഇറാൻ പരമോന്നത നേതാവാണ്. പക്ഷേ ഖമേനി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അമേരിക്ക, ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾക്ക്, എന്തിന് ലോകത്തിന് തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. ചില മതങ്ങളെ അല്ലെങ്കിൽ ചില സമുദായങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ആഹ്വാനം കൂടിയാണ് ഖമേനി നടത്തുന്നത്. എന്തായാലും ഖമേനിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയാണ് നെതന്യാഹുവും ട്രംപും ഒക്കെ നടത്തിയിരിക്കുന്നത്. അതാണ് ഇറാനിൽ നടപ്പിലാക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.